ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ആർ കെ ക്ലാസ്സസ്. ഐ എം ആദിത്യ, യുവർ ഇംഗ്ലീഷ് ബഡി. അപ്പം നിങ്ങൾക്ക് ഈ വർഷത്തെ ഇംഗ്ലീഷ് ഓണം എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്യാരക്ടർ സ്കെച്ച് ആണ്. അപ്പം നമ്മളെല്ലാവരും മാച്ച് ബോക്സും കാര്യങ്ങളും സ്റ്റോറിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കേട്ടോ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഏത് ക്യാരക്ടർ സ്കെച്ച് വന്നാലും ആരുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ആ പേര് തന്നെ ഉണ്ട് അല്ലെ. ക്യാരക്ടറിനെ നമ്മൾ സ്കെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ വരയ്ക്കുന്നതിന് പകരം നമ്മൾ എന്താ വാക്കുകൾ കൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്യണം. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ചാപ്റ്റർ സമ്മറി എഴുതുന്നതിനേക്കാളും ആ ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ആ ക്യാരക്ടർ കാണാൻ എങ്ങനെയാണ്, ആ ക്യാരക്ടറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, ആ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ ബിഹേവിയർ എന്തൊക്കെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ്, സ്ട്രെങ്ത്സ് വീക്ക്നെസ്, ഈ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചാപ്റ്ററിന്റെ ഇവന്റ്സേ എഴുതണ്ടെന്ന് മിസ് പറയുന്നില്ല. ചാപ്റ്ററിന്റെ ഇവന്റ്സ് എഴുതണം. ആ ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിലെ ഇവന്റ്സ് വേണം എന്ത് ചെയ്യാൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. Physical features such as height, weight, hair, color, characteristic, facial expression, mannerism. അപ്പോൾ അവരുടെ രൂപം എങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ ഹെയർ കളർ, ഡ്രസ്സിങ് രീതി, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മാനറിസംസ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം. എന്ന് വെച്ചാൽ ഉണ്ടാക്കി എഴുതരുത്, ശരിക്കും ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, പേഴ്സണാലിറ്റി ട്രേറ്റ് സച്ച് ആസ് ഒപ്റ്റിമിസം, പെസിമിസം ആൻഡ് സോ ഓൺ. അപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടാവുമല്ലോ. അവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്, പെരുമാറുന്നത്, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ക്യാരക്ടേഴ്സ്, ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. അപ്പോൾ ചില ക്യാരക്ടറിന് ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള അവരുടെ ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇൻഫർമേഷൻ അബൌട്ട് ദ ക്യാരക്ടേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ഷേപ്പ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. അപ്പോൾ നമ്മൾ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയാണെങ്കിൽ നോമിതയുടെ ഏർലി ലൈഫിനെ പറ്റിയിട്ട്, അവരുടെ അമ്മേനെ പറ്റിയിട്ട്, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഹിസ്റ്ററിയും, അവർക്ക് എന്തെങ്കിലും ഇനി ചേഞ്ച്, ഈ ഒരു സ്റ്റോറിയിൽ നോമിത ഒരു മീക്കായിട്ടുള്ള ഗേളിൽ നിന്നും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചേഞ്ച് എന്ത് ചെയ്യാം നമുക്ക് മെൻഷൻ ചെയ്യാം. ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ഷേപ്പ് ദെയർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. അപ്പൊ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ആ ക്യാരക്ടറിന് ഈ സ്റ്റോറി പോകുന്ന ഇതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇൻസൈറ്റ് ഇൻ ടു ദ ക്യാരക്ടേഴ്സ് മോട്ടിവേഷൻസ്, ഡിസയേഴ്സ് ആൻഡ് ഗോൾസ്. അപ്പോൾ ക്യാരക്ടറിന്റെ മോട്ടിവേഷൻ, അദ്ദേഹത്തിന്റെ ഡിസയേഴ്സ്, ഗോൾസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. പിന്നെ ആ ഒരു ക്യാരക്ടർ ബാക്കി ക്യാരക്ടേഴ്സിനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമ്മറി വാരി വലിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ആൻഡ് ആ ഒരു ക്യാരക്ടറിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിത ഇൻ ദ സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സിൽ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് നോമിത ഏത് സ്റ്റോറിയിലെ ക്യാരക്ടർ ആണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാം. സോ നോമിത ഈസ് ദ central character of the story Matchbox. She is a typical Indian housewife who is forced to sacrifice many of her ambitions and hope. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ആര്, നോമിത. ആൻഡ് സാക്രിഫൈസ് മെനി ഹെർ അംബീഷൻസ് ആൻഡ് ഹോപ്സ് അല്ലെ. അപ്പൊ മെനി ഓഫ് ഹെർ അംബീഷൻസും ഹോപ്സും പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ത്യാഗം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഷീ ഈസ് എൻസ്ലേവ്ഡ് ഇൻ ദ കിച്ചൺ വേർ ഷീ ലീഡ്സ് എ കളർലെസ് ലൈഫ് അല്ലെ. ഇപ്പോൾ ഒരു കിച്ചണിൽ എൻസ്ലേവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അടിമയാക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ നോമിതയുടേത്. ആൻഡ് വേർ ഷീ ലീഡ്സ് എ കളർലെസ് ലൈഫ്, വലിയ സന്തോഷവും ഒന്നും ഇല്ലാതെ ജസ്റ്റ് കിച്ചണിൽ സാധാ ഒരു ഹൗസ് വൈഫിന്റെ പോലെ കിച്ചണിൽ പണിയെടുക്കുക, അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് ജീവിച്ചു പോവായിരുന്നു ആള്. ഹെർ വിഡോഡ് മദർ ഹാസ്, പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പറയാണ് നോമിതയുടെ. Her widowed mother has married her into a rich family on the strength of her good looks and writes to her for help every time. അപ്പൊ അമ്മ
വിഡോഡാണ് നമ്മുടെ നോമിതേനെ ഒരു റിച്ച് ഫാമിലിയിലേക്ക്, അപ്പൊ നോമിതേനെ കാണാൻ നല്ല സുന്ദരിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് എന്ത് ചെയ്യാണ്, കല്യാണം ചെയ്ത് അയക്കാണ്. നോമിത ഡസൻ ലൈക്ക് ഹെർ മദർ അണ്ടർമൈനിങ് ഹെർ ഡിഗ്നിറ്റി. എന്നിട്ട് നോമിതയുടെ അമ്മ ഇടക്കിടക്ക് ലെറ്റർ അയക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് അവൾക്ക് ഒരു അപമാനമായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ പണം ചോദിച്ചുകൊണ്ട് ലെറ്റർ അയക്കുന്നത്. ഷീ ഫീൽസ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ആംഗ്രി വെൻ ഷീ ഫൈൻഡ്സ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ഹാസ് ഓപ്പൺഡ് ആൻഡ് റെഡ് ഹെർ ലെറ്റർ. അപ്പൊ ഷീ ഫീൽ ഹ്യൂമിലിയേറ്റഡ്. ഹ്യൂമിലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേട് തോന്നുക, അപമാനം തോന്നുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ തന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്ത് അവളുടെ ലെറ്റർ എടുത്ത് വായിക്കുന്നത്, പ്രൈവറ്റ് ആയിട്ട് അവൾ അറിയാതെ വായിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വളരെ ഒരു നാണക്കേട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. She regrets not being employed as she cannot help her mother without being known by her husband. അപ്പോൾ ജോലി കിട്ടാത്തതിൽ വിഷമമുണ്ട്, അമ്മേനെ സഹായിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. She is courageous and daring enough to call her husband a vulgar man for his cheap comments. അപ്പോൾ ഭയങ്കര കറേജിയസ് ആണ്, കാരണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അജിത്തിന് മറുപടി കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ ആർക്കുണ്ട്, നമ്മുടെ നോമിതയ്ക്ക് ഉണ്ട്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കുക. കറേജിയസ് ആണ്, അംബിഷൻസും ഹോപ്സും ഒക്കെ സാക്രിഫൈസ് ചെയ്തു, ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. Though Nomida is not highly educated, she has strong willpower and high self-respect. Strong willpower and high self-respect. Nomida is as sensitive as any woman and decides to show her husband the potential of women by lighting the anchor of her sari with a matchstick. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ എന്തായാലും മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നോമിതയുടെ പവർ കാണിക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ ഒരു സാരിയുടെ ആൻചോൾ എന്ത് ചെയ്യുന്നത്, കത്തിച്ചിട്ട് തന്റെ ആങ്കർ ഒക്കെ പുറത്തേക്ക് വിടുന്നത്. സോ വളരെ സെൻസിറ്റീവ് ആയിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ തന്റെ ഹസ്ബൻഡിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾ എന്തായാലും നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ബട്ട് ഓൺ ദ അതർ സൈഡ് ഷീ ഈസ് എ മീക്ക് ഇന്നസെന്റ് വുമൺ ഹൂ സ്മൈൽസ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. പക്ഷെ ബാക്കിയുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് പെരുമാറാനും അറിയുന്ന ഒരു കുട്ടിയാണ് ആര്, നമ്മുടെ നോമിത. ഷീ ക്യാൻ ടിയർ ഓഫ് ദ മാസ്ക് ഓഫ് ഹെർ ഹസ്ബൻഡ് ലാർജ് ഹാർട്ടഡ്നെസ് ബട്ട് ഷീ ഡസൻ. അപ്പം തന്റെ ഭർത്താവിന്റെ ആ ഒരു ലാർജ് ഹാർട്ടഡ്നെസ്, അല്ലെങ്കിൽ ഭർത്താവ് ബാക്കിയുള്ളവരെ മുന്നിൽ വളരെ മാന്യമായിട്ടാണ് നോമിതനോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അവർക്ക് വേണമെങ്കിൽ എന്താ അദ്ദേഹത്തിന്റെ കാപട്യമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ മുന്നിൽ നാണം കെടുത്താനൊക്കെ പറ്റും. ബട്ട് അവൾ ഒരിക്കലും എന്തില്ല, പബ്ലിക്കലി ഹസ്ബൻഡിനെ നാണം കെടുത്തുന്നില്ല. ആസ് ഈസ് യൂഷ്വൽ വിത്ത് വിമൻ, ഷീ ഡെലിബറേറ്റ്ലി ഫോർഗറ്റ്സ് ഹെർ ആങ്കർ സൂൺ, pretends to be happy in front of others and then goes back to normal life. She kept her emotions and feeling private. In fact, Nomida is a typical example of womanhood. അപ്പോൾ വുമൺഹുഡിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് നോമിത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. സോറി, നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.